കേട്ടിട്ടുണ്ടാവും ഫണ്ടിന്റെ ആൽഫ സ്ട്രോങ് ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം റിസ്ക് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ബെഞ്ച് മാർക്കിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നൽകിയിട്ടുണ്ടെന്നാണ്. ഇപ്പം നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫണ്ടിന്റെ ആൽഫ 9.49% എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബെഞ്ച് മാർക്ക് ഇപ്പോൾ 10% റിട്ടേൺസ് നൽകിയ ഫണ്ട് ഇവിടെ 19.49% റിട്ടേൺസ് നൽകിയിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇപ്പം ഈ ഒരു എക്സ്ട്രാ റിട്ടേൺ ബുൾ മാർക്കറ്റിൽ നിന്നാണ് വന്നെങ്കിൽ ഇത് നോർമൽ ആണല്ലേ. സോ ഇവിടെയാണ് ശരിക്കും ക്യാപ്ചർ റേഷ്യോയുടെ റോൾ വരുന്നത്. അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ കയറുമ്പോൾ ബെഞ്ച് മാർക്കിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ടിന്റെ റിട്ടേൺസ് എത്ര കൂടിയിട്ടുണ്ട് എന്ന് കാണിച്ചുന്ന റേഷ്യോ ആണിത്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫണ്ട് അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ 115 ആണെങ്കിൽ ഇപ്പൊ ബെഞ്ച് മാർക്ക് ഒരു 10% കൂടിയ ഫണ്ട് ഒരു 11.5% കൂടിയിട്ടുണ്ടെന്നാണ്. ഇനിയിപ്പോ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്കിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ട് എത്രത്തോളം ഇടിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് റേഷ്യോ ആണ്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഫണ്ടിന്റെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ 28 ആണെങ്കിൽ അതിന്റെ അർത്ഥം ബെഞ്ച് മാർക്ക് ഇപ്പോൾ 10% ഇടിഞ്ഞ ഫണ്ട് ഇവിടെ 2.8% മാത്രമേ ഇടിയുന്നുള്ളതാണ്. ഇവിടെ ഈ രണ്ട് റേഷ്യോയും കാണിക്കുന്നത് ഫണ്ട് നല്ല സമയത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, മോശം സമയത്ത് പോർട്ട്ഫോളിയോനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ആൽഫ മാത്രം നോക്കരുത് എന്ന് പറയുന്നത്. ബാക്കിയുള്ള റിസ്ക് അഡ്ജസ്റ്റ് മെട്രിക്സും കൂടി നമ്മളോട് നോക്കണം. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ ഗ്രോ മലയാളം ഫോളോ ചെയ്യാം.